ഞാൻ താവിടാതെ. അയ്യോ, ഞാൻ ഇത്രയും നാളെയൊക്കെ ഇവിടെ കഴിഞ്ഞു. എൻ്റെ അച്ഛനും ഒക്കെ ആരായിരിക്കും അപ്പോൾ? പാവം ചേച്ചി, ഞാൻ എന്നോട് ഉപദ്രവിച്ചു. എൻ്റെ അല്ലല്ലോ. പാറ ചോടത്ത് അവൾക്ക് ഡോറൊന്നും തുറന്നോളൂ. കൂടെ നീളായിട്ടുള്ള കണ്ടിട്ട്. അച്ഛാ, അമ്മേ, എവിടെ പാറല്ലേ? അവളാണെന്ന് സാധാരണ ഓടിച്ചാടി വരാറ്. അവൾ അപ്പുറം എവിടെയോ ഉണ്ടോ അച്ഛാ? എന്താ രണ്ടും കൂടി വഴക്കിട്ടോ പിന്നെ? ഇല്ല, കുറെ നേരമായി. എവിടെയോ ഉണ്ട്. ആഹാ, അന്വേഷിക്കണ്ടേ? അത് എവിടെയായിരുന്നു? അപ്പറേ ഉണ്ടായിരുന്നു. ഇവിടെ വന്നില്ലാന്നെങ്കിൽ എനിക്കിപ്പോ മൊത്തം കഴിക്കായിരുന്നു. മൊത്തം കഴിച്ചോ? എനിക്ക് വേണ്ട. ചേടാ, അതെന്താ അവൾക്ക് വേണ്ടാത്ത? അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനല്ലേ? ചിലപ്പോ അവിടുന്ന് കഴിച്ച് വയറ് ഫുള്ളായിട്ടുണ്ടാവും. അതാ. അത് തന്നെയാ. എടി വെച്ചാ, നീ ഇത് ഫുള്ള് കഴിച്ച് തീർക്കല്ലേ? അവ കൂടി വെച്ചേക്കണം കേട്ടില്ല. അത് ഞാൻ വെച്ചേക്കാമേ. അല്ല, അവൾക്ക് ഇതെന്ത് പറ്റി? അവളിങ്ങനെ അല്ലല്ലോ. എന്തിനാട്ടെ. അച്ഛനെവിടെ അമ്മ? അച്ഛനെ കേരതാമസ വീട്ടിലോട്ട് പോയി. അവിടെ അങ്കിളിന് എന്തൊക്കെ ഹെൽപ്പ് വേണത്രേ. ആണോ? അമ്മ, നമുക്ക് എന്തായിരുന്നു കഴിക്കാൻ? ഇന്ന് സ്പെഷ്യൽ മീൻ വറുത്തതും ചിക്കൻ ഫ്രൈയും ചോറും ഒക്കെ ഉണ്ട്. കൊള്ളാലോ. പിന്നെ പാറിന് ഇഷ്ടപ്പെട്ട പൊട്ടറ്റോ ഫ്രൈയും ഉണ്ട്. ഇവരെന്തിനാ എൻ്റെ ഇഷ്ടമൊക്കെ നോക്കുന്നേ? എന്നാ ഫുഡ് എടുത്തോ. ഇന്ന് വളരെ കുറച്ച് കഴിച്ചാൽ മതി. എൻ്റെ വീടല്ലല്ലോ. ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എടുത്തിട്ട് വരാട്ടോ. എന്നാ പാറു, നീ ഒന്നും കഴിക്കാഞ്ഞേ? അത് മതി, വിശപ്പൊന്നുമില്ല. ഈ കൊച്ചിന് എന്ത് പറ്റി? അന്നപ്പോ തൊട്ട് കാണുവാ. അവക്ക് വേണമെങ്കിൽ എന്താ അമ്മ, എനിക്ക് തന്നില്ലേ? കൊച്ചിനെന്നും പറഞ്ഞ് ഇളക്കിയിട്ടുണ്ട്. വെറുതെ ഞാനൊന്നും പറഞ്ഞില്ലമ്മേ. എന്നാ നിനക്ക് കൊള്ളാം. പോയി കിടക്ക് രണ്ടും. സമയം ഒരുപാടായി. നാളെ സ്കൂളിലല്ലേ? ശരി. പാറൊന്നും മിണ്ടാണ്ട് പോയേ. ഞാനും ചോദിക്കട്ടെ അമ്മ എന്താന്ന്. ശരിയല്ലേ, രണ്ടും കൂടി എന്താ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ലമ്മ, സത്യമായിട്ടുമില്ല. പോയി നോക്കട്ടെ. യാതാവിടാറ്. അയ്യോ, എങ്ങനെ ഞാനിത് സഹിക്കൂ? ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനമില്ലേ? അത് ചേച്ചിയുടെ അമ്മയാണ്, ചേച്ചിയുടെ അച്ഛനാണ്. ഞാനാരും അല്ലേ? മൈൻഡില്ലല്ലോ. എന്നാ പറ്റിയടി? ഒന്നല്ലേ ചേച്ചി? പിന്നെ നീ എന്താ ഇങ്ങനെ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഇപ്പുറത്തെ സൈഡ് കിട, ഞാൻ അപ്പുറത്തെ സൈഡ് കിടക്കാം. ശരി, അങ്ങനെ ആവട്ടെ. ചേച്ചിയുടെ വീടായി പോയില്ലേ? എന്ത് മാറി തരാന്ന്? എന്നാ വേണോട്ടെ. എന്നാലും ഇവക്കെന്ത് പറ്റി? മാറിയൊക്കെ തന്നല്ലോ. സാധാരണ ഇങ്ങനെ അല്ലല്ലോ. പാറു, എനിക്ക് ഉറക്കം വന്നേ. ഞാൻ ഉറങ്ങാട്ടോ. ചേച്ചി അറിയില്ല. ചേടാ, ഒരു അലമ്പില്ല. എന്ത് നല്ല കൊച്ചു. ഗുഡ് നൈറ്റ് ചേച്ചി. ശരി ശരി. എൻ്റെ അച്ഛനോട് എവിടെയാണ്? ആരോട് ചോദിക്കുക? എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ നിന്ന് ഇറങ്ങി പോകാം, അതാ നല്ലത്. ഇപ്പം തൽക്കാലം ആൻറ്റിയുടെ വീട്ടിലോട്ട് പോകാം. അവിടെ നിന്ന് പിന്നെ അങ്ങനെ പോകാം. അല്ലാണ്ട് ഇപ്പോൾ ഒരു വഴിയില്ല. പോയേ പറ്റും. ചേച്ചി, ഞാൻ പോകുന്നു. എന്നോട് ക്ഷമിക്കണം. ഗുഡ് ബൈ. ഞാൻ പോകുന്നു. ചേച്ചി ഞാൻ കൊണ്ട് വരില്ല. ചേച്ചിയുടെ കാണുമില്ല. ഞാൻ ചേച്ചിയുടെ അനിയത്തിയല്ലല്ലോ. പോകുന്നു ചേച്ചി, പോകുന്നു. വിടാം. അച്ഛനോട് അമ്മയോടൊന്നും പറയുന്നില്ല. എനിക്ക് വിഷമാവും. ഞാൻ പോകുന്നു. അയ്യോ, ഇരുട്ടാണല്ലോ, അത് കാണുന്നില്ലല്ലോ. ഏതായാലും പോയി നോക്കാം. ഇപ്പം എത്തുമല്ലോ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി പോയി കിടന്ന് ഉറങ്ങാം. അല്ല, ഇപ്പം ആരാ? അല്ല, ആര്? പാറുക്കുട്ടിയോ? വാ. നീ എന്നെ ഒറ്റയ്ക്ക് വന്നോ ഈ രാത്രിയില്? ആന്റി, എന്നാ പറ്റി മാറു? ആന്റി, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഈ രാത്രിയിലോ? അവരൊക്കെ എന്തി? എനിക്ക് ആന്റിയോട് കുറച്ച് കാര്യം പറയാനായിട്ട്. എന്നാ മോനെ? ആന്റി സത്യം പറയണം. ആന്റി, ഞാൻ തവിടല്ലേ ആന്റി? തവിടോ? എനിക്ക് എൻ്റെ അച്ഛനമ്മേനെ കാണണം ആന്റി. ആന്റി എന്നെ ഒന്ന് സഹായിക്കണം. ഇവളെന്തീ പറയണേ? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാണെങ്കിൽ
ആന്റി ആന്റിക്കറിയോ ഇതാ ഞാൻ ആ സത്യം അറിഞ്ഞ എന്റെ ചേച്ചിയാ പറഞ്ഞ. ഓഹോ അപ്പൊ അതാണ് കാര്യം. മക്കള് വാ ഇവിടെ ഇരിക്കെ, ആന്റി പറയട്ടെ. ആന്റി എനിക്ക് വിഷമം ആന്റി, മക്കൾ ഇവിടെ ഇരിക്കട്ടോ. നാളെ എന്നാ പറഞ്ഞേ മോളോട്? ഞാൻ തവിടാത്. അയ്യയ്യേ ആരേലും ഇതൊക്കെ വിശ്വസിക്കോ? ഇതെല്ലാരും പറ്റിക്കണ പരിപാടിയല്ലേ. ചേച്ചി കാര്യമായിട്ടാ പറഞ്ഞേ. അത് നിന്റെ ശല്യം സഹിക്കാണ്ട് വല്ലതും പറഞ്ഞതായിരിക്കും. ആണോ? അതേനേ. അയ്യേ അയ്യോ അപ്പൊ അവളെ പറ്റിച്ചതാണോ? സത്യമായിട്ടോ? അതെ, കുഞ്ഞു പിള്ളേരെ പറ്റിച്ച് എളുപ്പമല്ലേ അത് ഇമാതിരി നമ്പരൊക്കെ. അയ്യോ അപ്പൊ അതൊക്കെ എന്റെ സ്വന്തമാണോ? അതേ മക്കളെ, മക്കൾക്ക് ഇങ്ങനെ സംശയം. ആന്റി ചേച്ചി എന്നെ ഒരുപാട് വിഷമിപ്പിച്ചാന്റി. ആഹാ ആന്റി ചോദിക്കാട്ടോ. അവളല്ലേ ആശ്രം പോയിട്ട് വന്നില്ലേ? എടി പാറു വേഗം വന്ന് കിടക്ക്, എത്ര നേരായി? വിളി കേൾക്കുന്നില്ലല്ലോ. എടി ഒന്ന് വാടി ഇങ്ങോട്ട്. ഇവിടെ ഇല്ലല്ലോ, അവളിവിടെ പോയി. അമ്മേ അച്ഛാ, അമ്മേ ഓടി വാ. എന്നാ എന്നാ പറ്റി? പിള്ളേര് കിടത്തി ഉറക്കൂല. എന്നാ വാളു നിനക്ക്? അതിനെ പാറുവിനെ കാണാനില്ല. കൊച്ചോടെ പോവാൻ ഇവിടെ കാണാം. അല്ല അച്ഛാ, ഞാൻ എല്ലായിടത്തും നോക്കി കാണുന്നില്ല. നമുക്ക് നോക്കാം എല്ലായിടത്തും. ഇവിടെയൊക്കെ നോക്കി, കൊച്ചിനെ കാണുന്നില്ല. എന്റെ കൊച്ചി ഇപ്പൊ എവിടെയായിരിക്കും? പാറു പാറു നീ വാ. എവിടെയാ നീ? എവിടെയാ ഈ ചേച്ചി വിട്ടിട്ട് നീ എവിടെ പോയി? ചേട്ടാ നോക്കിക്കാട്ട് പോലീസിനെ വിളിക്ക്. ഇത് വേറെ വഴിയില്ല, അവളിവിടെ ഒക്കെ നോക്കി കാണുന്നില്ലല്ലോ. ഞാൻ വിളിക്കാം. നിന്റെ ഫോൺ കണ്ടിരിക്കുന്നു. ഹലോ എന്നാടി? അനിതേ അവള് പാറുവിനെ കാണുന്നില്ല. അവിടെ ഉണ്ടെന്നോ? കൊച്ചെങ്ങനെ അവിടെ എത്തി? ആഹാ ഓ അങ്ങനെയല്ലേ കാര്യം. ആഹാ ശരിയടി. ആ വേണ്ട വേണ്ട, നീ ഇങ്ങ് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാട്ടോ. ചേട്ടാ കൊച്ചവിടെ ഉണ്ടെന്ന്. അവളെങ്ങനെ അവിടെ എത്തി? ദേ നിൽക്കുന്ന ഇരുത്തി. ഒന്നും അറിയാത്ത പോലെ കൊച്ചിനെ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ച് അവളെ ഇറങ്ങിപ്പോയി. എന്നിട്ട് പോലും അറിഞ്ഞില്ല. നീ എന്നാ മാളു അവളോട് പറഞ്ഞ? അച്ഛാ ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ. അമ്മ ഞാനൊന്നും പറഞ്ഞില്ല. നീയല്ലേ പറഞ്ഞേ അവളെ തവിട് കൊടുത്താ വാങ്ങിയെന്ന്? അയ്യോ അതായിരുന്നോ? അത് ഞാൻ തമാശ പറഞ്ഞാവേ, അതിനാണ് അവൾ പോയത്. അതെ അതൊക്കെ നല്ലോണം ഫീൽ ആയിട്ടുണ്ട്. ആന്റീനെ എടുത്തിട്ട് പോയ ഭാഗ്യം, അവിടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. നിനക്കടി ഞാൻ തരാട്ടാ, പോയിട്ട് വരട്ടെ. ഞാൻ അങ്ങനെ ചെയ്യില്ല, പറപ്പ്. മാളു ഇതെന്തായാലും കുറച്ചും കൂടി പോയി. കേട്ടല്ലോ, ഇനി മേലിൽ ആവർത്തിക്കരുത്. ഇല്ല അച്ഛാ, ഞാൻ അത്രക്കൊന്നും പറഞ്ഞില്ല അച്ഛാ, സത്യമായിട്ടും പറഞ്ഞില്ല. ഓരോന്നൊക്കെ ഒപ്പിച്ച് വെക്കും രണ്ടും കൂടി, മനുഷ്യന് സമാധാനം കിടത്തെ. വാ നമുക്ക് പോയിട്ട് വരാം.